ഹായ്. പിന്നെ ഇതേ മേളിലൊരു കമന്റ് കിടക്കുന്നുണ്ട്. ആ കമന്റ് ഇട്ട ആളോടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ശാപം നിന്റെ 10 തലമുറ അനുഭവിക്കും. കാരണം ഈ ശാപം നിന്നെ വിട്ട് പോകൂല. ഇന്നലെ നീ ഇത് പറഞ്ഞപ്പം എൻ്റെ കണ്ണീരല്ല പോയത്, ചോരയാണ് പോയത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ സൈബർ സെല്ലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സൈബറുകാര് കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാണ്. നിന്റെ ഫേസ്ബുക്ക് ID നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഒരാളെ ഇങ്ങനെ പറയരുത്, ആദൂട്ടീനെന്നല്ല ഒരു മക്കളെ ഇങ്ങനെ പറയാൻ നിന്റെ നാക്ക് ഇനി പൊങ്ങരുത് കേട്ടോ. നമ്മൾ എന്തായാലും കേസിന്റെ വഴിക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റുള്ളൂ. ഞങ്ങളെ പോലെയുള്ള അമ്മമാർക്കും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്കും ജീവിച്ചേ പറ്റുള്ളൂ. കാരണം ഞങ്ങളെ പോലെയുള്ളവർക്ക് നിയമം ഇതായി കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ കിട്ടുന്നത്? നമ്മൾ ഇന്ന് രാവിലെ സൈബറിൽ കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോടാ ഇങ്ങനെ ഒരു കമന്റ് ഇടാനായിട്ട്? നിനക്ക് ആ കുഞ്ഞിനെ കണ്ടിട്ട് എങ്ങനെയാ അങ്ങനെ ഒരു കമന്റ് ഇടാൻ നിനക്ക് തോന്നും? തീർച്ചയായിട്ടും അമ്മ പറഞ്ഞതുപോലെ ആ അമ്മയുടെ ജീവിത സാഹചര്യം നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് അമ്മ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരികയാണ് ആ കുഞ്ഞിനെ. അപ്പം അമ്മ ഒന്ന് ആ കമന്റ് വായിച്ച സമയത്തുണ്ടായ ആ ഒരു വേദന മതി നിന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ നീ നേടിയെന്ന് പറഞ്ഞാലും നിനക്കതൊരു ശാപമായിട്ട് തന്നെ കിടക്കും, ഉറപ്പായിട്ട്.